ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ലൈക്ക് അടിച്ചിട്ട് തന്നെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ രോഹിത്തും ഹരിയും കൂട്ടുകാരും ഒക്കെ ചേർന്ന് ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ദ്രോഹിക്കുവാൻ, അവളെ നശിപ്പിക്കുവാൻ തീരുമാനിച്ച് തുനിഞ്ഞിറങ്ങുകയാണ് നമ്മുടെ രോഹിത്ത്. സത്യം പറഞ്ഞാൽ ഇതിൽ പെട്ടുപോകുന്നത് തന്നെയാണ്. രോഹിത്തിന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം രോഹിത്തിന് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാല് ഇവന്മാരൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, ഒരു ക്യൂരിയോസിറ്റി വരില്ല. അപ്പൊ ആ ഒരു ഇതുണ്ട് നമ്മുടെ രോഹിത്തിന്. എന്താണ് സംഭവം, എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ആ ഒരു ഇതുണ്ട്. അപ്പൊ ഹരിയാണെങ്കിൽ ഇങ്ങനെ പ്രഷർ ചെയ്ത് പറഞ്ഞ് നമ്മുടെ രോഹിത്ത് എന്തോ വലിയൊരു സംഭവമാണ്, ഒരു ആകാംക്ഷപൂർവ്വമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ അലീനയ്ക്ക് ചെറിയൊരു ഡൗട്ട് അടിക്കണുണ്ട് കേട്ടോ. ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ സീൻ വഷളാണ് എന്ന് അലീനയ്ക്ക് തോന്നുന്നുണ്ട്. ദൈവം ഉണ്ടല്ലോ, ആർക്കെങ്കിലും ഇതൊക്കെ തോന്നിക്കണ്ടേ? ഇവന്മാര് ഇങ്ങനെ അതിക്രമം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് ഒന്ന് ഓർത്ത് നോക്കിക്കേ. പണം കൊണ്ട് എന്തും നേടാൻ സാധിക്കുമെന്നാണ് ഹരി വിചാരിച്ചിരിക്കുന്നത്. പണവും ഒക്കെ ഉണ്ടെങ്കിൽ പോലീസിനെ വരുതിയിലാക്കാം. ഇത് കേസിന്റെ വഴിക്ക് പോവില്ല. ഒരു പെണ്ണിന്റെ മാനം കളയാന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണല്ലേ. എന്ത് വിശ്വസിച്ചായിരിക്കാം, എന്തൊക്കെ വിശ്വസിച്ചിട്ടായിരിക്കാം ആ പെണ്ണ് അവന്റെ കൂടെ നിന്നിട്ടുണ്ടായിരിക്കുക. ശരണ്യ എന്ന് പറയുന്ന ആ പെണ്ണ് അവന്റെ കൂടെ നിന്നിട്ടുണ്ടായിരിക്കുക. എന്നിട്ട് ലാസ്റ്റ് ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയാൻ പോകുന്ന ആ പെണ്ണിന്റെ ഒരു അവസ്ഥ അല്ലേ. അത് മാത്രമല്ല, അവളുടെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അതെല്ലാം കൂടി അങ്ങോട്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിപ്പിക്കുന്നു പറഞ്ഞ് അവളെ ഒതുക്കി കുറച്ച് സ്വർണമോ പണമോ ഒക്കെ കൊടുത്തിട്ട് അവളെ ഒതുക്കാം. അവളെ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും അവൾ ഒതുങ്ങിക്കോളും എന്നൊക്കെ പറയുന്ന ആ ഹരിയുടെ മാനസികാവസ്ഥ ഉണ്ടല്ലോ, വലിച്ചു കീറണം ഇവനെ പോലെയൊക്കെ ഉള്ളതിനല്ല. അത് പിന്നെ എന്താല്ലേ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മുടെ അലീന പറയാണ്, ആരോട്, നമ്മുടെ ബാലചന്ദ്രനോട് പറയാണ്. ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ എന്തോ ഒരു ശരികേടുണ്ട്, അവൻ എങ്ങോട്ടേക്കാ പോകുന്നത് എനിക്ക് വല്ലാത്തൊരു ഡൗട്ടുണ്ട്. അവൻ ഇപ്പൊ പോകുന്നത് അമ്മയുടെ അടുത്തേക്ക് തന്നെയാണോ? അമ്മയുടെ അടുത്തേക്ക് ഈ രാവിലെ അവൻ പോയിട്ട് വെപ്രാളപ്പെട്ട് പോയിട്ട് കൃഷ്ണമോള് പറയുന്ന പോലെ പേരിന് അവിടെ ചെല്ലാൻ വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ, അല്ല ഇത് നിനക്ക് എങ്ങനെ അറിയാം? അത് മാത്രമല്ല, എന്തോ ഒരു പ്രത്യേകത ഇന്ന് നമ്മുടെ രോഹിത്തിനുണ്ട് അച്ഛാ. അവൻ എവിടെയാ പോകുന്നത്, എന്തിനാ പോകുന്നത് എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതിനിപ്പോ എന്താ കുഴപ്പം, ഞാൻ ഹോസ്പിറ്റലിൽ ഏതായാലും പോകുന്നുണ്ടല്ലോ, അപ്പൊ അവിടെ ചെന്നോ ഇല്ലയോ എന്ന് വൈജയോട് ചോദിച്ചാൽ വൈജ പറയൂല്ലോ. അത് മാത്രമല്ല അച്ഛാ, അവൻ എവിടെയാ പോകുന്നതെന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ദേ ഈ കൂട്ടുകെട്ടിലൊക്കെ അകപ്പെട്ട് ജീവിതം നശിച്ചു പോകാൻ എളുപ്പമാ, പക്ഷേ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ആ ബുദ്ധിമുട്ട് നമ്മൾ ഇപ്പൊ അനുഭവിച്ചു കഴിഞ്ഞാല് നമ്മുടെ രോഹിത്തിന്റെ ജീവിതമല്ല രക്ഷപ്പെടാൻ പോകുന്നത്. മാത്രമല്ല ഹരി അത്രയ്ക്ക് നല്ല ആളൊന്നുമല്ല. അവന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം, അതുപോലെ അച്ഛനൊക്കെ നന്നായിട്ട് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ആ കൂട്ടുകെട്ട് അവനോട് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ട് ഉപേക്ഷിക്കുന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, അവിടെ നിൽക്കുവാനുള്ള എന്തൊക്കെയോ ഒരു ഇത് അവനിലുണ്ട്, എന്തൊക്കെയോ ലഹരി ഉണ്ട് അവിടെ, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഏതായാലും ഞാൻ നോക്കട്ടെ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്ന് നമുക്ക് നോക്കാലോ. ഏതായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണല്ലോ, എന്നിട്ട് അവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വാച്ച് ചെയ്താൽ മതിയല്ലോ. അത് കുഴപ്പമില്ല, മോള് പേടിക്കൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സമയത്ത് കൃഷ്ണമോള് ചോദിച്ചു, അല്ല അലീന ചേച്ചിക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം? അലീന ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയാ മനസ്സിലായത് രോഹിത്തേട്ടൻ എങ്ങോട്ടേക്കൊക്കെയാ പോകുന്നതെന്ന്? അതൊക്കെ എനിക്ക് മനസ്സിലായി മോളെ. അവന് എന്നും ഇറങ്ങുന്നത് പോലെ ഒന്നും അല്ല ഇവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നത്. അവന് എന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നലെയൊക്കെ ആണ് ഞാൻ എന്റെ സഹോദരങ്ങളെ കാണാൻ തുടങ്ങിയതെങ്കിലും അവര് എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല എന്നൊക്കെ എനിക്കിപ്പം വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, മോള് ഏതായാലും നിന്ന് സമയം കളയണ്ട, മോളൊരു കാര്യം ചെയ്യുക, മോള് പൊക്കോ, മോള് സ്കൂളിൽ പോകാൻ നോക്ക് എന്നൊക്കെ പറയാം. എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ബബിത, അതെ എന്റെ ലഞ്ച് ബോക്സ് വല്ലതൊക്കെ എടുത്ത് വെച്ചായിരുന്നോ എന്ന് അവിടെ നിന്നൊരു ചോദ്യം. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, അതെ ലഞ്ച് ബോക്സ് നിനക്ക് കൈയില്ലേ എടുത്ത് വെക്കാനായിട്ട്? അലീന ഇവിടുത്തെ വേലക്കാരി അല്ല എന്നുള്ള കാര്യം മറന്നു പോകുന്നുണ്ടോ ബബിത? ഇടയ്ക്ക് ലഞ്ച് ബോക്സ് അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നിന്റെ അടുത്ത് ബാഗിനകത്തേക്ക് കയറ്റി വെക്കാൻ ഇത്രക്ക് പ്രയാസമാണെങ്കിലേ നീ ഇന്ന് ലഞ്ച് ബോക്സ് കൊണ്ടുപോണ്ട, ഒരു ദിവസം പട്ടിണി കിടന്ന് ഓർത്തോണ്ട് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബബിത അലീനനെ തന്നെ തുറച്ചു നോക്കിയിട്ട് നേരെ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് തന്നെ അകത്ത് കയറ്റി വെക്കുകയാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ ഹരീനെ കാണിക്കുന്നത്. ഹരിയാണെങ്കില്
കാത്തിരിക്കാണ് കേട്ടോ. അവള് വരുന്നത് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ആ പെങ്കൊച്ചാണെങ്കിൽ റിസ്ക് ഒക്കെ എടുത്താണ് വരുന്നത്. അപ്പൊ ആ പെങ്കൊച്ച് പറയുന്നുണ്ട് കേട്ടോ, വേണ്ട, എന്തിനാടാ വെറുതെ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? മാത്രമല്ല ആ വീട്ടിലൊക്കെ വേണ്ടായിരുന്നു, വേറെ എവിടെയെങ്കിലും റൂമും വല്ലതും നോക്കിയാൽ പോരായിരുന്നോ? വല്ല ഹോട്ടലിലൊക്കെ ആണെങ്കിൽ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ റൂം ഒക്കെ കിട്ടില്ലായിരുന്നോ? ഇപ്പൊ എല്ലാ റെസ്റ്റോറന്റിലും ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടി ഒക്കെ നടത്താനുള്ള സൗകര്യം ഉണ്ടല്ലോ, അത് പോരായിരുന്നോ? അപ്പം എല്ലാവരും കാണൂല്ലെന്ന്. നിനക്ക് എന്താ, എന്നെ പേടിയാണോ? അവിടെ അവന്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടല്ലോ, നീ അതൊന്ന് ചിന്തിച്ചു നോക്ക്. അവരുടെ അച്ഛനും അമ്മയ്ക്കും അവിടെ ഉള്ളപ്പം പിന്നെ എന്തിനാ പുറത്ത് വേറൊരു പാർട്ടിയൊക്കെ? ഏതായാലും ഞാൻ വരാം, നിനക്ക് ഞാൻ വാക്ക് തന്നതല്ലേ, ഞാൻ വരാം എന്ന് ശരണ്യ പറയുന്നുണ്ട്. ഏതായാലും നിനക്ക് വരാനുള്ള വഴി പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹരി പോയി കൂട്ടിക്കൊണ്ട് വരാണ്. ഇതിന്റെ കൂടെ നമ്മുടെ രോഹിത്തിനെ സത്യം പറഞ്ഞ പെടുത്താൻ വേണ്ടി തന്നെയാണ് ഹരി വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ രോഹിത്തും ആ സ്പോട്ടിൽ എത്തുകയാണ്. അങ്ങനെ രോഹിത്ത് വന്നു, രോഹിത്തിന്റെ പുറകെ ആ പെങ്കൊച്ചു വന്നു, അതിന്റെ പുറകെ കൂട്ടുകാരെല്ലാം അവിടെ ഉണ്ട്. അപ്പൊ ഇവന്മാരെല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ ഇവന്മാരൊക്കെ ചെറിയൊരു ഡ്രാമ അത് തയ്യാറ് ആക്കുകയാണ്. അപ്പൊ ആ ഒരു ഡ്രാമയിലാണ്. അതുപോലെ തന്നെ വരുന്ന വഴിക്ക് എന്തോ ഒരു ഡ്രിങ്ക്സ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ എന്തോ കോളയില് ചേർത്ത് എന്തോ ശകലം ആ കൊച്ചിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കൊച്ചപ്പം മയങ്ങി തന്നെയാണ് വരുന്നത്. ആ പെങ്കൊച്ച് ഒരു മയക്കത്തോടു കൂടി തന്നെയാണ് ആ റൂമിലേക്ക് വന്ന് കയറുന്നതും. അപ്പൊ ഇവന്മാരുടെ ഡ്രാമയ്ക്ക് ഒത്തിരി പ്രസക്തി ഇല്ലാതെ പോയി. ഇവന്മാര് വലിയ ഡ്രാമ കളിക്കാമെന്നൊക്കെ ഓർത്തല്ലേ ഇരുന്നത്. അപ്പൊ ഹരിയോട് ചോദിക്കുന്നുണ്ട്, എടാ അച്ഛനും അമ്മയ്ക്കും എന്തിയുടെ ഇവിടെ ആരെയും കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോ അവരൊക്കെ ഉണ്ടെന്ന്, അവരെല്ലാം അകത്തുണ്ട്, നീ ഇങ്ങ് വാന്ന് പറയാം. എനിക്കറിയില്ല, വല്ലാണ്ട് തലവേദന എടുക്കാം, ഉറക്കം വരിക. കോളേജിൽ നീ എന്തെങ്കിലും ചേർത്തായിരുന്നോടാ? കോളേജിൽ ഞാന് ചെറിയൊരു സാധനം ചേർത്തായിരുന്നു. എന്ത് സാധനം? ചെറിയൊരു സാധനം ചേർത്തു. എടാ നീ വില കുറഞ്ഞ സാധനം വല്ലതാണോ കോളേജിൽ ചേർത്തത്? വല്ലാത്തൊരു തലയ്ക്ക് മത്ത് പിടിക്കുന്ന പോലെ തോന്നുക. നിനക്ക് എന്തെങ്കിലും കൂടിയ സാധനം ചേർക്കത്തില്ലേ? അതാവുമ്പോ പെട്ടെന്ന് കിക്കാവത്തില്ലായിരുന്നു. ഇത് കൂടിയ സാധനമൊക്കെ തന്നെയാണെന്നേ. പിന്നെ അവന്മാരൊക്കെ അല്ലേ ഇത് മേടിച്ചത്. സാരമില്ല, നീ വാ, നിനക്ക് തല കറങ്ങുന്നുണ്ടെങ്കിൽ ഇത് വീടല്ലേ, ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലകറക്കം പോകാന്നുള്ളതല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, നീ ഒരു ജ്യൂസും കൂടെ അങ്ങോട്ട് കുടിക്കാൻ പറഞ്ഞിട്ട് ആ ജ്യൂസും കൂടെ അങ്ങ് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് രോഹിത്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷെ രോഹിത്തിന് വല്ലാണ്ടാകണം. അവിടെ എത്തിയപ്പോ മുതൽ രോഹിത്തിന് ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. രോഹിത്തിന് അങ്ങ് മനസ്സ് മടിച്ചു പോവുക, ഇവിടെ നിക്കണോ പോണോ, ഇതിപ്പം എന്തായി തീരും എന്നൊന്നും അറിയത്തില്ലാത്തൊരിത്. മാത്രമല്ല പോലീസ് കേസിലൊന്നും ചെന്ന് പെടരുതെന്ന് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ മുൻപരിചയം ഒന്നുമില്ലാത്ത രോഹിത്താണ്, ഇതിനെക്കുറിച്ച് മുൻപരിചയം ഒന്നുമില്ല. അപ്പൊ രോഹിത്താണ് ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരവസ്ഥയിലും വല്ലാത്തൊരു എന്താ പറയാ, ഒരു പരവേശമാണ്. പക്ഷെ കൂട്ടുകാരന്മാർക്കോ ഹരിക്കോ തെല്ലും മനസാക്ഷി ഇല്ല കേട്ടോ. ഏതായാലും ഈ പെങ്കൊച്ചാണെങ്കിൽ വല്ലാണ്ട് അങ്ങ് തളർന്നു. ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ഈ പെങ്കൊച്ച് നേരെ എനിക്കൊന്ന് കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിനകത്ത് റൂമിനകത്തേക്ക് കയറി പോവുകയാണ്. നമ്മുടെ ഹരിയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അയ്യോ, ഒന്ന് ഓർത്ത് നോക്കണം എന്റെ ദൈവമേ, എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരിച്ചു കയറി വരുന്നുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയേ, തന്നെ ജീവനോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുന്ന ഒരാളുടെ കൂടെ അല്ലാതെ ഒരു പെങ്കൊച്ച് അങ്ങനെ ഇറങ്ങി പുറപ്പെടൂ? പെങ്കൊച്ചിനെ കുറ്റം സപ്പോർട്ട് ചെയ്യുന്നതല്ല നമ്മള്. ഒന്ന് ഓർത്ത് നോക്കിയോ, തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, തന്നെ അത്രമാത്രം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പെണ്ണും ഒരുത്തന്റെ കൂടെ പോകത്തുള്ളൂ. അപ്പം അവിടെ നിന്ന് ചതി വരിക എന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, ഇത് വല്ലാത്തൊരവസ്ഥ. അതും അവൻ മാത്രമല്ല, അവന്റെ കൂട്ടുകാർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ കൂട്ടുകാർക്കും ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. എന്തൊരവസ്ഥയാണല്ലേ. അപ്പം അങ്ങനെ ഈ പെങ്കൊച്ചിനെ ഹരി അകത്തേക്ക് കയറ്റി. ഏതായാലും ഹരി അകത്തേക്ക് കയറ്റി അവള് പെട്ടെന്ന് തന്നെ ഒന്ന് മയക്കത്തിലായിട്ടോ. കണ്ണ് തുറന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ണ് തുറന്നിട്ടുണ്ട്, കണ്ണ് അടഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ണ് അടഞ്ഞിട്ടും ഇല്ലാത്തൊരു അവസ്ഥയിൽ, വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ആ പെങ്കൊച്ചുള്ളത്. അങ്ങനെ ഇവന്മാരെല്ലാവരും കൂടെ ആ റൂമിനകത്തേക്ക് കയറി ചെന്ന്, ആ പെങ്കൊച്ചിനെ ഇട്ട് കാണിക്കുന്നത്, നമ്മളെ അങ്ങനെയൊന്നും കാണിക്കുന്നില്ലെങ്കിലും ഒരു ബ്ലറായിട്ട് നിങ്ങൾ പ്രമോയിൽ കണ്ടു കാണൂല്ലേ, അവന്മാരെല്ലാരും കൂടെ ആ പെങ്കൊച്ചിനെ ഉപദ്രവിക്കുന്ന അവസ്ഥയൊന്ന് നിങ്ങൾ ഓർത്തു നോക്കിയേ. അതിന് ഒരു ശകലം പോലും ബോധമില്ല. ബോധം വീണ് കഴിയുമ്പോൾ ആ പെങ്കൊച്ചിനുണ്ടാകുന്ന ആ മാനസികാവസ്ഥ, ആ പെങ്കൊച്ച് ആത്മഹത്യയിലേക്ക് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ ഇവന്മാരെന്ത് ചെയ്യും? ഒരു നോക്കും പാക്കും ഇല്ലാതെയല്ലേ ഈ ഹരി ഇതുപോലെ ക്രൂരത ചെയ്തത്. അവന്റെ അമ്മയ്ക്കോ അവന്റെ പെങ്ങൾക്കും വന്നാൽ അവര് സഹിക്കുവോ? ഇല്ലല്ലോ. ഇവനെ പോലെയുള്ളവർക്ക് അങ്ങനെയൊന്നും ഇല്ലായിരിക്കും, അമ്മമാരോ പെങ്ങന്മാരോ എന്നൊന്നും ഇല്ലായിരിക്കും. കഴിഞ്ഞിടയ്ക്ക് വാർത്തയിൽ അങ്ങാണ്ട് ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെ ഇങ്ങനെ ഉപദ്രവിച്ചതിനെ കുറിച്ചോ അതിന്റെ ഫോട്ടോ എടുത്തതിനെ കുറിച്ചോ എന്റെ ഫ്രണ്ടോ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഓർത്തിരിക്കണു. അങ്ങനെ ആ ഒരു പെങ്കൊച്ചിനെ അങ്ങനെ ഫോട്ടോയൊക്കെ അത് അവന്മാർ ഉപയോഗിച്ചത് പോരാഞ്ഞിട്ട് അതൊക്കെ ഫോട്ടോ എടുത്ത് വെച്ച് ഭീഷണിപ്പെടുത്തുക. എന്തൊരവസ്ഥയാണല്ലേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡ് മിസ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ. കാരണം
ഇതൊക്കെ നമ്മുടെ വളർന്നു വരുന്ന പെൺപിള്ളാരെയൊക്കെ കാണിച്ചു കൊടുക്കണം. കാരണം കാമുകന്മാരെ വിശ്വസിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുക, അവരുടെ ജീവിതം പോകുക, നശിക്കുക. 10ഉം 16ഉം 17ഉം 18ഉം വയസ്സുള്ളവർക്ക് കൂടുതലും ഇങ്ങനത്തെ ചതി പറ്റാറുള്ളത്. ഒന്ന് ഓർത്ത് നോക്കിയ, വീട്ടില് വിശ്വസിച്ച് വീട്ടില് അവര് കഷ്ടപ്പെട്ട് അന്നെ പൊന്നെ എന്നും പറഞ്ഞ് കൈ വളരുന്നതും കാല് വളരുന്നതും ഒക്കെ നോക്കി വളർത്തി പറക്കമുറ്റി എത്തുമ്പോഴത്തേക്കും ഇതുങ്ങളുടെ ഗുണം അങ്ങോട്ട് മാറും. എന്നിട്ട് കാമുകനാണ് എല്ലാത്തിലും വലുത്, കൂട്ടുകാരാണ് എല്ലാത്തിലും വലുത് എന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കും. ഈ 17, 18, 16, 17, 18, 19, 20 വയസ്സൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി അങ്ങോട്ട് നമ്മുടെ മക്കൾക്ക് ഒത്തിരി അങ്ങോട്ട് എന്താ പറയാ, അവരുടെ ആ ഒരു ഭാവി പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റിയ ആ ഒരു പ്രായം അതാണ്. അപ്പം മാക്സിമം പിള്ളേര് കൂടുന്ന കൂട്ടുകെട്ട് വഷളാകാതെ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നല്ല കൂട്ടുകെട്ടിൽ ചെന്ന് നമ്മുടെ മക്കൾ എത്തിപ്പെട്ടാൽ പിന്നെയും കുഴപ്പമില്ല. അല്ലാതെ ഇങ്ങനെ ഗ്യാങ്ങിലൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത്തിന്റെ അവസ്ഥ വരാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരട്ടെ, കഥ പറഞ്ഞു കാട് കയറിപ്പോയി എന്റെ ദൈവമേ. അങ്ങനെ നമ്മുടെ രോഹിത്ത് ഇതൊക്കെ കണ്ടിട്ട് രോഹിത്തിന് വല്ലാത്തൊരു മാനസിക വിഭ്രാന്തി ഉണ്ടാകുകയാണ്. രോഹിത്തിന് ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. രോഹിത്തിന് പറ്റണില്ല. രോഹിത്തിന് അവന്മാരുടെ കൂടെ കൂടാൻ പറ്റണില്ല കാരണം രോഹിത് ബാലചന്ദ്രന്റെ മകനാണ്. മാത്രമല്ല കുറച്ച് മനസാക്ഷിയൊക്കെ എവിടെയോ ഉണ്ട്. ഒരു പെണ്ണിനെ ഒരു 3-4 പേര് കൂടി ഒരുമിച്ച് നശിപ്പിക്കാന്ന് പറയുമ്പോഴേക്കും ഒന്ന് ഓർത്തു നോക്കിയേ, അതിൽ കൂടാൻ രോഹിത്തിന് മനസ്സേ വരുന്നില്ല. രോഹിത്ത് അവിടെ നിന്ന് മാറിയിട്ട് രോഹിത്തിന് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തോന്നുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് രോഹിത്ത് നിൽക്കുകയാണ്. അതായത് ബാക്കി എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. ഹരിക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഹരിയുടെ കൂട്ടുകാരന്മാർക്ക്, അവന്മാരെല്ലാം ആ പെങ്കൊച്ചിനെ ഉപദ്രവിക്കുന്ന, പെങ്കൊച്ചിന്റെ വസ്ത്രം മുഴുവൻ വലിച്ചൂരുന്നു. പിന്നെ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ആ ചില്ലിലൂടെ പകുതി ഒരു മങ്ങിയ ഒരു രീതിയിൽ രോഹിത് ഇത് കാണുന്നുണ്ട്. രോഹിത്തിന് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. രോഹിത് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്. രോഹിത് ഇങ്ങനെയൊന്നും ഈ 5-6 പേര് കൂടി ആ പെണ്ണിനെ ഇങ്ങനെ ചെയ്യാനാണ് എന്നൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. പക്ഷെ എന്തൊക്കെയോ ഹരി പറഞ്ഞു പീഡിപ്പിച്ചിട്ടുമുണ്ട് രോഹിത്തിന്. അതായത് അതാ പറഞ്ഞത്, ഈ പ്രായത്തിലുള്ളവർക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം, എന്തോ അറിയാനുള്ള ഒരു ആഗ്രഹം. അപ്പൊ കൂട്ടുകാരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് തലയെ കയറ്റി കഴിയുമ്പോഴത്തേക്കും അത് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹം കൂടിപ്പോയിട്ട് രോഹിത് വന്ന് പെട്ടുപോകുന്നതാണ്. ഏതായാലും പോലീസും അവിടെ എത്തുന്നുണ്ട് കേട്ടോ. പോലീസ് അവിടെ എത്തുന്നുണ്ട്. അപ്പം ഏതായാലും പെങ്കൊച്ചിന്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടുമല്ല. അതിനു മുമ്പ് പോലീസ് അവിടെ എത്തുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്താണ് പോലീസ് അവിടെ എത്തുന്നത്. പോലീസ് എങ്ങനെ ഈ വിവരം അറിഞ്ഞു, എങ്ങനെ പോലീസ് അവിടെ എത്തിയെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും കള്ളത്തരം എന്നും ജയിക്കത്തില്ലല്ലോ. ഒരു തെളിവെങ്കിലും അവശേഷിക്കും, അത് ഉറപ്പായ കാര്യമാണ്. ഒരു തെളിവെങ്കിലും അവശേഷിക്കാതെ നീക്കി വെക്കാതെ ഒരിക്കലും ഒരു കുറ്റവാളികളും രക്ഷപ്പെടാൻ പോകുന്നില്ല. രക്ഷപ്പെട്ട കുറ്റവാളികൾക്ക് ഒരു തെളിവെങ്കിലും അവശേഷിക്കുന്നു പറയുന്നത് പോലെ നമ്മുടെ ഹരിക്ക് അവിടെ തെളിവുകളുണ്ട്. ഹരിക്ക്, അതായത് നമ്മുടെ രോഹിത്തിനെ പെടുത്താൻ നോക്കിയ ഹരി തന്നെ പെടും. നമ്മുടെ അലീനയാണ് എല്ലാത്തിൽ നിന്നും ഹരിയല്ല രോഹിത്തിനെ രക്ഷപ്പെടുത്തുന്നത്. ഈ വഴി തന്നെയാണ് രോഹിത് മനസ്സിലാക്കാൻ പോകുന്നത് അലീന ആരാണെന്നും എന്താണെന്നും. അലീന ഉള്ളത് കൊണ്ടാണ് താൻ ജീവിച്ചിരിക്കുന്നതെന്നും ഒക്കെ മനസ്സിലാക്കാൻ പോയി അലീനയുടെ കാല് പിടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് രോഹിത്തിനെ പോലീസ് പൊക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ നൂലാമാലകൾ ഒരുപാട് പുറകെ വരുന്നുണ്ട്. രോഹിത്തിനെ പോലീസ് പൊക്കുന്നുണ്ട്. നമ്മുടെ ഹരിയും കൂട്ടരും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുമുണ്ട്. ഏതായാലും ഹരിയും കൂട്ടരും രക്ഷപ്പെടുവോ? നമ്മുടെ രോഹിത് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലാണോ, ഇനി സെൻട്രൽ ജയിലിലേക്കാണോ, അലീനെ എങ്ങനെയാണ് രക്ഷിക്കുന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാമേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. നമ്മൾ മാക്സിമം വീഡിയോ ഒക്കെ ഇപ്പൊ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. രാവിലെ നമ്മുടെ അലീനയുടെ കഥ ഇതിലും, അതുപോലെ തന്നെ ജിൽ ചിന്നുവിനകത്ത് രേവതിയുടെ കഥയും നയനിയുടെയും ആദർശിന്റെയും കഥയും ഇടുന്നുണ്ട്. പിന്നെ റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന നമ്മുടെ പുതിയ ചാനലിനകത്ത് നമ്മുടെ പുതിയ കഥയായ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, ഞാനല്ല അത് ചെയ്യുന്നത്, പുതിയ കഥയിൽ നമ്മുടെ സുഭാഷിന്റെ ഒക്കെ കഥ ചെയ്യുന്നുണ്ട് കേട്ടോ. സോറി, കാറ്റത്തെ കിളിക്കൂട്, അത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ കഥയുണ്ടല്ലോ നമ്മുടെ ഈ പുഴയും കടന്ന് ഗോമതി പ്രിയയുടെ, അത് നമ്മൾ അതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. പ്രമവിശേഷവും ഫുൾ വിശേഷവും അപ്കമിങ് വിശേഷം ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.